എന്തൊരു നേതാവാണിത്, എന്തൊരു നേതാവാ. ഒരൊറ്റ ആളുകൾക്കും വേദന ഉണ്ടാകാൻ പാടില്ല, ഒരൊറ്റ ആളുകൾക്ക് വിഷമമുണ്ടാകാൻ പാടില്ല എന്ന് ചിന്തിക്കുന്ന മനസ്സാ. ഒരാൾക്കും വേദന ഉണ്ടായാൽ വേദനിക്കുന്ന മനസ്സാ. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമാ തവ്വലല്ലാഹു അംറഹു മഅസ്സിഹത്തി വൽ ആഫിയ ശൈഖുനാ സുൽത്താനുൽ ഉലമാ എപി അബൂബക്കർ മുസ്ലിയാർ ഉസ്താദ്, അല്ലാഹുവേ ആ ഉസ്താദിന് ആഫിയത്തുൽ ദീർഘായുസ് കൊടുക്കണേ അല്ലാഹ്. നമുക്ക് പോസ്റ്ററിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചമാണല്ലോ ആ ഉസ്താദിന്റെ ഉപദേശമാണ്. ഇതേ വരുന്ന തിങ്കളാഴ്ച 11/8/2025 ആ ദിവസത്തിൽ സുന്നത്താക്കപ്പെട്ട നോമ്പുണ്ട് കേട്ടോ. ആ നോമ്പ് പിടിക്കണേ. ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി സുൽത്താനുൽ ഉലമാ ഉപദേശിക്കുകയാണ്, ആ സുന്നത്താക്കപ്പെട്ട നോമ്പ് പിടിക്കണേ. തിങ്കളാഴ്ച ദിവസത്തിൽ നോമ്പ് നോക്കൽ സുന്നത്താണല്ലോ. മഹാനായ അബൂ ഖതാദത്തുൽ അൻസാരി റളിയല്ലാഹു അൻഹു മഹാനവർകൾ പറയുകയാണ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തിങ്കളാഴ്ച ദിവസം നോമ്പ് നോക്കുന്നതിനെ കുറിച്ച് ചോദിക്കപ്പെട്ടപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ദാക യൗമുൻ ഉലിത്തു ഫീഹി വ ഉൻസില അലയ്യ ഫീഹി. അന്നാണ് എന്റെ പ്രസവിക്കപ്പെട്ടത്, അന്നാണ് എനിക്ക് അല്ലാഹുവിന്റെ വഹി വന്നത്. അതുകൊണ്ട് ഓ മുഅ്മിനീങ്ങളെ, തിങ്കളാഴ്ച നോമ്പ് പിടിക്കൽ സുന്നത്താണ്, വലിയ പുണ്യമുള്ള കാര്യമാണ്. ഈ തിങ്കളാഴ്ച നോമ്പ് നോക്കാൻ നമ്മുടെ സുൽത്താനുൽ ഉലമാ ജനങ്ങളോട് ഉപദേശം നൽകുകയാണ്. എന്തിനാണെന്നറിയുമോ സഹോദരാ? നമ്മുടെ സഹോദരങ്ങളായ പാവപ്പെട്ടവരായ ഫലസ്തീനിലും ഗസയിലുമുള്ള പാവപ്പെട്ടവരായ മുഅ്മിനീങ്ങൾ വളരെ പ്രയാസത്തിലാണ്, വളരെ വിഷമത്തിലാണ്, ഭക്ഷണം കിട്ടാതെ പ്രയാസത്തിലാണ്. എന്തിനാണ് ഇങ്ങനെ വേദന സംഭവിക്കുന്നതെന്ന് അറിയാത്ത പാവപ്പെട്ടവരാണവര്. ഒരു തെറ്റും ചെയ്യാത്ത ആളുകളാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. ഫലസ്തീൻ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അവരുടെ രക്ഷയ്ക്ക് വേണ്ടി ഇത് വരുന്ന തിങ്കളാഴ്ച നോമ്പ് നോക്കണമെന്ന് നമ്മുടെ സുൽത്താനുൽ ഉലമാ ശൈഖുനാ ഉപദേശിക്കുകയാണ്. ആ തിങ്കളാഴ്ച ദിവസം നാം ഒക്കെ നോമ്പ് നോക്കിക്കൊണ്ട് നോമ്പ് തുറക്കുന്ന സമയമുണ്ടല്ലോ,